നിങ്ങൾ ചെവിട് പൊട്ടനെയോ അതിവിദൂരത്തുള്ളവനെയോ ഒന്നും അല്ല, അള്ളാഹുവിനെയല്ലേ നിങ്ങൾ വിളിക്കുന്നത്. അപ്പൊ മിതമായൊരു ശബ്ദത്തിലാകണം ദിക്റായാലും ദുആയായാലും ബാങ്കായാലും മൗലിദായാലും. ഇതൊക്കെ കേൾക്കേണ്ട സ്ഥലത്ത് കേൾപ്പിക്കണം. ഇപ്പൊ പരിസരത്ത് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ മൗലിദ് ഓതുമ്പോൾ കുറച്ച് കേൾപ്പിക്കാം. എല്ലാ ദിവസവും മൗലിദാണെങ്കിൽ മുസ്ലിംകൾക്കാണെങ്കിലും അവർക്ക് പ്രയാസം ഉണ്ടാകും. അമുസ്ലിംകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും പുറത്തേക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. ഉസ്താദ് എപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊരു പോയിന്റാണ്. കാരണം എന്താ അറിയോ, ഇതെല്ലാവർക്കും അറിയേണ്ട സംഭവമാണ്. പ്രത്യേകിച്ച് നോമ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ രാത്രി തറാവീഹിന് നിസ്കാരം വരെ പള്ളിൻ്റെ ലൗഡ് സ്പീക്കറിലുള്ള കൂടെ നാട്ടുകാരെ കേൾപ്പിക്കേണ്ട ഒരു അവസ്ഥയിൽ നിസ്കാരം സിക്കറും സ്വലാത്തും എല്ലാതും, പ്രത്യേകിച്ച് സുന്നിപ്പള്ളിയിൽ തന്നെയാണ് ഇതുണ്ടാവില്ല. മറ്റുള്ള പള്ളികളിലൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് പള്ളികളിലൊന്നും അങ്ങനെ ലൗഡ് സ്പീക്കർ കൂടെ പുറത്തേക്ക് വിടേണ്ട പരിപാടിയില്ല. ഇതിങ്ങനെ സിക്കറും സ്വലാത്തും മൗലൂദ് റാത്തീബും പ്രത്യേകിച്ച് നോമ്പിനുള്ള തറാവി നിസ്കാരം വരെ എന്തിനാണ് ഇങ്ങനെ ലൗഡ് സ്പീക്കറിൽ ഉള്ളിൽ കൂടെ നാട്ടുകാരെ കേൾപ്പിക്കണമെന്നാണ് മനസ്സിലാവാത്തത്. നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിൻ്റെ ഉള്ളിൽ വരുന്ന ആൾക്കാർ മാത്രം കേട്ടാൽ പോരെ. ഇപ്പം എന്തെങ്കിലും പള്ളിൻ്റെ ഉള്ളിൽ ക്ലാസ്സുകളോ അല്ലെങ്കിൽ നേർച്ചൻ്റെ ഭാഗമായിട്ടുള്ള മൗലൂദോ ഒക്കെ നടക്കുകയാണെങ്കിൽ ആ വന്ന ആൾക്കാർക്ക് മാത്രം കേൾപ്പിച്ചു കൊടുത്താൽ പോരെ. ഇതിങ്ങനെ ബാങ്കിൻ്റെ അവിടെ നിൽക്കട്ടെ, ബാങ്കിൻ്റെ അല്ല ഈ പറയുന്നത്, അല്ലാത്ത കുറേ സംഭവങ്ങളുണ്ട് ഒക്കെ ലൗഡ് സ്പീക്കറിൽ കൂടെ ഭയങ്കര സൗണ്ടിൽ. അപ്പോൾ അടുത്തുള്ള വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇവരാരും എന്താ ഒന്നും പറയാത്തെന്നറിയോ, വെറുതെ ഈ മതസൗഹാർദ്ദം തകർക്കണ്ടല്ലോ വെച്ചിട്ട് എന്തെങ്കിലും തൊട്ടാപ്പോൾ സംഗീം സുഡാപ്പിയുള്ള പേര് നോക്കിയിട്ടാണ് സംഗീം സുഡാപ്പിയൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ മിണ്ടാതൊക്കെയാണ്. അല്ലാതെ ഇപ്പോൾ അടുത്തുള്ള വീട്ടുകാർക്ക് എതിർപ്പില്ല എന്നപ്പോൾ നിങ്ങളെ വിചാരം. ഇത്രയും രാത്രി ഉറങ്ങേണ്ട സമയത്തും ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പഠിക്കേണ്ട സമയത്തൊക്കെ ഈ റാത്തീബും മൗലൂദും നിസ്കാരം വരെ ലൗഡ് സ്പീക്കർ കൂടെ നാട്ടുകാരെ കേൾപ്പിക്കേണ്ടത് എന്താ ആവശ്യമാണ് ഉള്ളതെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ ഈ ഗൾഫ് രാജ്യത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനൊന്നും ഇല്ല ഇവിടെ. നാട്ടിൽ കുറച്ച് സുന്നിപ്പള്ളികൾ മതി. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം സെറ്റായി നിർത്തലാണ്. അതിൻ്റെ ശേഷം ഇതിപ്പോൾ ഇതിനു മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും കേട്ടോ? എവിടെ കേൾക്കണം? ഇനിയിപ്പോൾ ഇത് അതേമാതിരി വെറുതെ ഒരു പ്രസംഗം, അത്രയേ ഉള്ളൂ.